ബൈനോക്കൽ ടോക്സിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാം ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് കണ്ടല്ലോ, കോന്നി ഇക്കോ ടൂറിസം. ഞങ്ങൾ പന്തളം കാണാൻ വന്നപ്പം നമ്മുടെ തൊട്ടടുത്തല്ലേ കോന്നി ആനക്കൂട് കാണാൻ വന്നു. ഇവിടെ കൊച്ചയ്യപ്പനുണ്ടല്ലോ, അവൻ്റെ കഥ എല്ലാവരും കേട്ടേക്കുന്നതല്ലേ. 4 വർഷം മുമ്പ് 3 വർഷം മുമ്പ് 4 വർഷം മുമ്പ് അവനെ കിട്ടി. ആനക്കൂട്ടത്തിൽ ചേർത്ത് വിടാൻ പറ്റിയില്ലെന്നും പറഞ്ഞ് കൊണ്ടുവന്നൊരു കുഞ്ഞാനയുടെ അവനുണ്ട് ഇവിടെ. അവനെ ഒന്ന് കണ്ട് ആനക്കൂട് ഒന്ന് കണ്ട. ഇത് കദമ്പവും അങ്ങനൊരു മരത്തിൻ്റെ അമ്പകം, അങ്ങനെ ഒരു മരം കൊണ്ടുണ്ടാക്കിയ കൂടാണിത്. ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ 10-12 മീറ്റർ നീളവും 7-10 മീറ്റർ വീതിയും 7-8 മീറ്റർ ഉയരമുണ്ട്. ഇതിനകത്ത് ഒരേ സമയം 6 ആനകളെ പരിശീലിപ്പിക്കാമെന്ന് പറഞ്ഞത്. 6 ആനകളെ പരിശീലിപ്പിക്കാകുമ്പോൾ കൂടിൻ്റെ വലിപ്പമെന്ന് ഓർത്ത് നോക്കി. ഇതിനകത്ത് ഇവിടുത്തെ പരിശീലിപ്പിച്ച ആനയുടെയൊക്കെ പേരുകളും ബോർഡും വെച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ കോന്നി സുരേന്ദ്രനൊക്കെ ഇവിടുത്തെ ആളായിരുന്നു. കോന്നി സുരേന്ദ്രൻ നമ്മുടെ അരിക്കൊമ്പനൊക്കെ പിടിക്കാൻ പോയി ഫേമസ് ആയ ആളില്ല. ഇതിനകത്ത് ആകെ ഇപ്പോൾ നമ്മുടെ കൊച്ചയ്യപ്പൻ മാത്രമേ ഉള്ളൂ. കൊച്ചയ്യപ്പനെയാണ് കാണുന്നത് കേട്ടോ. കൊച്ചയ്യപ്പനെ അങ്ങനെ രാവിലെ നടത്തുമ്പോഴൊക്കെ കൊച്ചയ്യപ്പനെ അങ്ങനെ കാണിക്കുള്ളൂ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ അതുപോലെ എന്തോ പറയണത്, ഫോറസ്റ്റിലോ അങ്ങനെയൊക്കെ എന്തൊക്കെ അനുവാദമൊക്കെ എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. നമുക്കിവനെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കൊച്ചയ്യപ്പൻ ഇപ്പോൾ അവന് 4 വയസ്സുണ്ട്. ഇവനെ ഇതിനകത്ത് ഒരറ്റത്തെ ഒരു കുഞ്ഞു കൂട്ടിനകത്തായിട്ടങ്ങനെ കേട്ടോ. അവൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കൂടിനകത്ത് അവൻ ഉണ്ടോ എന്ന് പോലും എടുത്തില്ല. അവൻ പുല്ലൊക്കെ തിന്ന്. അപ്പം ഞാൻ ഏകദേശം ഒരു ഉച്ച സമയത്താണ് ചെന്ന് കേട്ടോ. ഇനി ഇഷ്ടംപോലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കാണാൻ കേട്ടോ. കാരണം ആനക്കുട്ടി ആന ഒക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോൾ കണ്ടാലും കൊതി തീരാത്തൊരു സംഭവമാണല്ലോ. ഒരാനയെ കണ്ടതിൻ്റെ ക്ഷീണം തീർന്നിട്ടില്ല. ഇപ്പോഴും അതിനകത്ത് ചീത്തോളിയുണ്ട്. ഞങ്ങൾ ആനയെ ഇറങ്ങുമോ ആനയുടെ അടുത്ത് പോവോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ KSRTC ബസ് നിർത്തി. ആ ബസ് പെട്ടെന്ന് ആന വന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ വീണ്ടും അവിടെ ചവിട്ടി. ഞങ്ങൾ അവിടെ പെട്ടുപോയതാണ്. നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യത്തില്ല നമ്മൾ കേട്ടോ. നമ്മൾ പുറകെ വരുന്നവരെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു സുന്ദരിക്കുട്ടി കേട്ടോ. ഈ ഒരു സൈഡ് മൊത്തം പെണ്ണുങ്ങൾ കൈയടക്കിയേക്കുക. ഇവർ 3 പേരുണ്ട് ഇവിടെ. പുല്ലൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുന്നു. ഈ പുള്ളിക്കാരിയെ ഇവിടെ തന്നെ കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. 23 വയസ്സുണ്ടെന്ന് പറഞ്ഞു. ഈ നാട്ടുകാരി, അതായത് കോന്നി റേഞ്ചിനകത്താണ് കിട്ടിയേക്കുന്നത്. ഉണ്ടാവും കുറച്ചൊക്കെ തിന്നു, ബാക്കി കുറേയൊക്കെ ചവിട്ടി തെറിപ്പിച്ചു. പിന്നെ അവിടെ ആൾക്കാർ കാണാനിരിപ്പുണ്ട്. അതിൻ്റെ ഒരു ശൃംഗാരമൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഒത്തിരി വലിപ്പമൊന്നുമില്ലാത്ത ഒരു സുന്ദരി കുഞ്ഞ്. 24 വയസ്സുണ്ട്. സുന്ദരി കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ചേച്ചി കണ്ടോ. നല്ല മുട്ടൻ ചങ്ങലയൊക്കെ ഇട്ട് ബന്ധിച്ചേട്ടെങ്ങനെ കേട്ടോ. സാമാന്യ നല്ല വലിപ്പമുള്ള കൂടുകളാണ് കേട്ടോ. ഇതൊരു ശരിക്കും ഒരു കയറ്റപ്രദേശത്തോട്ടാണ് ഈ ആനയുടെ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇത് മീന. പുള്ളിക്കാരിക്ക് 34 വയസ്സുണ്ട്. പുള്ളിക്കാരിയും കോന്നി റേഞ്ചിൽ നിന്ന് തന്നെ കിട്ടിയേക്കണേ. പുള്ളി ആകെ ഒരു സുഖമില്ലാത്ത അവസ്ഥയിലാണ്. എന്താണ് ഒരു വലിയ ഇതുമില്ല. പൂലൊക്കെ അങ്ങോട്ടൊക്കെ തട്ടി ഇങ്ങോട്ടൊക്കെ തട്ടി. ഇവിടെ വാലുണ്ട്, നല്ല വെള്ളി കെട്ടിയ പോലത്തെ വാലാട്ടോ. വാല നോക്കി. ഇത് സാധാരണ കറുപ്പല്ലേ കാണുന്നത്. അയ്യോ, ഒരാളെ വിട്ടുപോയില്ലോ. ഇടയ്ക്ക് പരിചയപ്പെടുന്ന ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ. പ്രിയദർശിനി. എന്താ ആകെ ബോറടിച്ച്. ഇവർ 3 പേരാട്ടോ ഇവിടെ ഉള്ളത്. 3 വനിതാ അംഗങ്ങളാണുള്ളത്. പിന്നെ നമ്മുടെ കൊച്ചയ്യപ്പനും പിന്നെ നമ്മുടെ ഒരു പുരുഷനുണ്ട്, ഒരു പുരുഷ കേസരി. പുള്ളി തൊട്ടടുത്തിരിപ്പുണ്ട് മേളിൽ. അതിന് മേളിൽ 2 കൂടി ഇങ്ങനെ ഒഴിഞ്ഞും കിടപ്പുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇവിടുന്ന് കുറേ ആനകളെ ഈ നമ്മുടെ നെരിമംഗലത്തോ ഉള്ളതുണ്ടല്ലോ, കോടനാട് അവിടോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 3 പേരെ വനിതാ അംഗങ്ങളും. ഇനി നമ്മുടെ പുരുഷകേസരി കൃഷ്ണ എന്നാണ് പേര്. പുള്ളി തലസ്ഥാനക്കാരനാണ് കേട്ടോ. പുള്ളിയെ കിട്ടിയേക്കുന്ന തിരുവനന്തപുരം റേഞ്ചിൽ നിന്നാണ്. പുള്ളിക്ക് കമ്പിയുടെ അടുത്ത് വരും നമുക്ക് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ ഇപ്പുറത്തൊരു കയറ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ചെറുക്കന് 12 വയസ്സുണ്ട്. അവന് എന്തുവായിരുന്നു, അവൻ്റെ ആ വികൃതി പ്രായമായിരിക്കും. വികൃതി പ്രായം ഒരു കൊമ്പൊക്കെ ചെത്തി ഒരു സൈഡൊക്കെ ചെത്തി മിനിക്കുക വെച്ചാൽ ഒരു സൈഡെന്നല്ല, ഒരു പ്രത്യേക രീതിയിലാണ് ചെത്തിയേക്കുന്നത്. എന്നാ തരത്തില്ല ഇത് ആടുന്ന ആട്ടം കണ്ടോ. എന്നോട് അങ്ങോട്ട് ആ മൊബൈലുമായിട്ട് എല്ലാനാണ് പറയുന്നത്. ഫോണുമായിട്ട് അങ്ങോട്ട് എന്ന് ചെയ്യുമ്പോൾ അത് വാങ്ങി പിടിച്ച് അടിച്ചു പൊട്ടിച്ച്. മറ്റേ ഫിലോമിന പറഞ്ഞാൽ എൻ്റെ മോൻ്റെ RSP സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച് ചവിട്ടി തൂർക്കും. അതിനെങ്ങനെ വിളിക്കുന്നത്. അവിടെ 2-3 പേര് എൻ്റെ അടുത്തൊക്കെ നിൽപ്പുണ്ട് കാണാൻ. അവരെ എല്ലാം കൂടെ ചേർത്താണ് വിളിക്കുന്നത് ഇങ്ങനെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല സുന്ദരനൊരാണ്. അപ്പം ഈ അന്തേവാസികൾ ഇപ്പം ഇത്രയും പേരേ ഉള്ളൂ. നമ്മുടെ താഴെ കിടക്കണ കൊച്ചയ്യപ്പനും ഇദ്ദേഹവും ബാക്കി 3 ചേച്ചിമാരും.
എല്ലാം നല്ല കുളിപ്പിച്ച് നല്ല വൃത്തി നല്ല ഭംഗിയായിട്ടാണ് നിർത്തിയേക്കുന്നത് കേട്ടോ. ഒരു പൊടി പോലും ഇല്ല, അത്ര നല്ല സുന്ദരമായിട്ടാണ് വെച്ചേക്കുന്നത്. ആ മേളിൽ അതിൻ്റെ പാപ്പന്മാരും ആൾക്കാരും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ, എന്നെ നോക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് ആനക്കൂടാ കേട്ടോ ഒഴിഞ്ഞു കിടക്കണേ. ഇത് ഇവിടെ ഒന്നുമില്ല, ഇവിടെ കൊണ്ടായിരുന്നെന്ന് പറഞ്ഞു നേരത്തെ. പിന്നെ നമ്മുടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ആ മറ്റേ ചെടി ഉണ്ടല്ലോ, ഇങ്ങനെ തൂങ്ങി കിടക്കണ ചെറിയ പൂവുണ്ടാകും. ആ ചെടി കൊണ്ട് ഒരു പന്തലൊക്കെ ഉണ്ടാക്കി, ഒരു ഹട്ട് പോലെ ഉണ്ടാക്കി, ഒരു പന്തൽ അതിൻ്റെ മേളിൽ കൂടെ റൗണ്ടിന്, അതായത് എന്തോ പറയുന്നത്, ചിരട്ട കമത്തി വെച്ച പോലെ ഒരു സംഭവം ഉണ്ടാക്കി. ചുവട്ടിലിരിക്കാനായിട്ട് സ്റ്റൂളൊക്കെ പണിതിട്ടിട്ടുണ്ട്. ഒരു രസം ഇച്ചിരി നേരമൊക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ, ഒരു നടപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇച്ചിരി നേരം ഒന്ന് ഇരിക്കുവാണെങ്കിൽ നല്ല സുഖമാണ്. കണ്ടല്ലോ, ആൾക്കാരുണ്ട് കേട്ടോ. ഇവർ തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇപ്പം കൊച്ചയ്യപ്പനാണ് താരം. ഇത് ഇവിടുത്തെ ഒരു 3D തിയേറ്ററാണേ. നമ്മൾ അവിടുന്ന് ഇറങ്ങി വരുന്നിടത്തുള്ളതാണ്. അത് 3D നമ്മുടെ ക്യാമറ കിട്ടുകയില്ലാത്തതുകൊണ്ട്, പിന്നെ ഈ എക്കോ ടൂറിസത്തിനെ പറ്റി മാത്രം ഒരു 10 മിനിറ്റ് ഒരു ഡോക്യുമെൻ്ററി കാണിക്കുന്ന, അതിന് ടിക്കറ്റ് അവിടെ തന്നെ എടുക്കണം കേട്ടോ. ഇതിനെല്ലാം പാസ്സുണ്ടേ, അത് മറന്നു പോലും. വണ്ടി കയറുന്നിടത്തോട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. പിന്നെ ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട നമ്മുടെ യന്ത്രസാമഗ്രി, ഇത് കാണുമ്പോൾ നമുക്ക് മറ്റേ പുള്ളിയെ ഓർമ്മ വരുന്നത്, മൊയ്തീനെ ആ സാധനം പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടേക്കണം കേട്ടോ. ഉപേക്ഷിക്കപ്പെട്ട നിലയിലായെന്ന് തോന്നുന്നു, അതായത് പരിപാടിയൊക്കെ അവസാനിപ്പിച്ചാന്ന് തോന്നുന്നു. പിന്നെ അത് അവിടെ അങ്ങനെ ഒരു പെയിൻ്റൊക്കെ അടിച്ച് സംരക്ഷിച്ചെന്നാന്ന് തോന്നുന്നു കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഒരു ക്യാൻറ്റീനുണ്ട് താട്ടിറങ്ങി വരുമ്പോൾ. ക്യാൻറ്റീനിൽ സ്വാഭാവികമായി എല്ലായിടത്തും കിട്ടുന്ന പോലെ ബ്രെഡ് ഓംലെറ്റ്, മാഗി, ചായ, വട ഒക്കെ ഉണ്ട്. ഈ ക്യാൻറ്റീൻ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴും ഇത് പിള്ളേരുടെ കളിസ്ഥലം കണ്ടല്ലോ, അതിൻ്റെ ക്യാൻറ്റീൻ്റെ താഴെയാണ് കേട്ടോ. അപ്പുറത്ത് നേരത്തെ നമ്മൾ കയറി വരുന്ന വഴിക്ക് കാണാം. ഇവിടെ ഇങ്ങനെ യന്ത്രസാമഗ്രി കൊണ്ട് ഒരു ആന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് സാധനം കിട്ടിയാലും അതുകൊണ്ട് ഒരു ആന ഉണ്ടാക്കാന്ന് തോന്നുന്നു ഇവിടുത്തെ പരിപാടി കേട്ടോ. ഇത് മറ്റേ വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ ചെയിനുകൾ, കാര്യങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളില്ലേ, മറ്റേ നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ സാധനങ്ങൾ, അതെല്ലാം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആനയാണ്. ആൻ്റെ കൊമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ സാധനത്തിൻ്റെ ഈ ചുറ്റൊക്കെ ഇല്ലേ, അതുപോലത്തെ സാധനം ഇട്ടേക്കണേ. ഇനി എലിഫൻ്റ് മ്യൂസിയം. ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല അടിപൊളി കേട്ടോ. പിന്നെ ഈ പടമല്ല, എൻ്റെ അമ്മ ഒന്നും പറയാനില്ല, അതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് കണ്ട കൊതിയോ കേട്ടോ. കണ്ട കൊതിയാന്ന് പറഞ്ഞാൽ കണ്ട കൊതിയോ. ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ആ ചേച്ചിരിക്കുന്നില്ലേ, അതിൻ്റെ അപ്പുറത്തൊരു സംഭവം വന്നിട്ടുണ്ട്, അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം കേട്ടോ. എല്ലാ സംഭവങ്ങളും നമ്മളെ ചെല്ലുമ്പോൾ അവർ ഓണാക്കി നമ്മളെ കേൾപ്പിക്കും. പ്രകൃതിയോട് സംസാരിക്കുമ്പോൾ നിശാചര പക്ഷികൾ, ഗാനഗന്ധർവന്മാർ, എല്ലാവരുടെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഉഭയജീവികൾ, ഷഡ്പദങ്ങൾ കേൾക്കാൻ രസമുണ്ട്. ഞാനും ഒന്ന് പോട്ടെ, ടി വി അവരോട് ഇറക്കി വിടും കേട്ടോ. ഉണ്ടോ, ഓരോരുത്തരുടെ സൗണ്ട് കേൾപ്പിക്കുമ്പോൾ ആ ചിത്രത്തെ ലൈറ്റ് കളിയും. വവ്വാല്, കരിങ്കുരങ്ങ്, ചെറുതേൻ കിളി ഉണ്ടോ, നീലപ്പത്ത, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാ പടങ്ങളും ഒന്നിനൊന്നിനും മെച്ചം കേട്ടോ. കണ്ട കൊതി വരും. ഓക്കെ, നല്ല ചെളിയൊക്കെ മാറി, നല്ല കൊമ്പ, നല്ല ഒത്ത ആനകളാണ്. ഇവിടെ ഇതിനെപ്പറ്റി ഒരു പ്രോഗ്രാമൊക്കെ ചോദിച്ചിട്ടുണ്ടോ, നമുക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ അത് ഞെക്കി കഴിഞ്ഞാൽ അവർ ചോദിക്കും. എനിക്ക് ആനയെപ്പറ്റി നല്ല ഊരമായിട്ട് തൊടാൻ പോയില്ല. ആ പാടം അറേഞ്ച് ചെയ്തേക്കണം, ഒന്നും പറയാനില്ല കേട്ടോ. നല്ല രസമാണ്. ഇത് നോക്കി, ഉമ്മറും പിന്നാമ്പുറവും കാണിച്ചേക്കണേ. രണ്ടാളാണ്, രണ്ട് സൈഡിലെ ഫ്രെയിമാണ്. പക്ഷെ നല്ല അടിപൊളി പടമല്ലേ, നല്ല രസമല്ലേ കാണാൻ. പിന്നെ അത് കണ്ട് നമ്മളിങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ, വെളിയിലോട്ടൊന്നുമില്ല, തൊട്ടടുത്ത് മുമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ആന തടി പിടിക്കുന്നതും, ഏറുമാടത്തേൽ പണ്ട് മരം വെട്ടാൻ പോയ ആൾക്കാർ താമസിക്കുന്നതും, അവിടുന്ന് ആനയെക്കൊണ്ട് തടി ലോറിയെ കയറ്റിക്കുന്ന ഒരു സംഭവം, ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാട്ടോ കാണാനും. ചില്ലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചേക്കണം. നല്ല ഒരു ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടൊക്കെ ഇതിനകത്ത് കയറ്റിക്കോളൂ കേട്ടോ. അതിനുള്ള വൃത്തി അവരുണ്ട് കേട്ടോ. ഇത് ആനയുടെ മുൻകാല പിതാമഹന്മാരാന്ന് പറഞ്ഞത്. ഓരോരുത്തരുടെ ഷേപ്പ് വ്യത്യാസങ്ങളും ഒക്കെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ഷേപ്പ് വ്യത്യാസങ്ങളും ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ആന ഇങ്ങനെയായിരുന്നൊക്കെയാണ് ചിത്രകാരന്മാരും അല്ലെങ്കിൽ പൂസലുകളുടെ തെളിവൊക്കെ ആയിരിക്കും നമുക്കറിയത്തില്ല. ഇങ്ങനെയും ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മുറിയിലോട്ടാണ് വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും പണ്ട് ആനയെ പിടിച്ചുകൊണ്ടിരുന്നത് കണ്ടോ, വാരിക്കുഴിയിൽ ആന വീഴുന്നു. അവിടുന്ന് മറ്റേ നമ്മുടെ താപ്പാനകളെ കൊണ്ടുവന്ന്, കുങ്കി ആനകളെ കൊണ്ടുവന്ന് അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് അല്ലെ പിടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ആനക്കൂട്ടിനകത്ത് കയറ്റുന്ന സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമാണ് കാണാൻ. എന്ത് സാധനം ഉണ്ടെങ്കിലും അതെല്ലാം ആനയുടെ സംഭവങ്ങളുള്ളൂ അതിനകത്ത്. കുഴിയിൽ നിന്ന് വീണ് കിട്ടുന്നതും ഒക്കെ ഉണ്ടല്ലോ, എല്ലാം അതുപോലെ തന്നെ കമ്പും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആനക്കൂടിൻ്റെ മാതൃകയാണെന്നാണ് തോന്നുന്നത്. ഇനി പഴയകാല സംഭവങ്ങൾ അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ഉപയോഗിക്കുന്നത്. എടച്ചങ്ങല, ഇത് എന്താ ഹുക്ക്, ഇത് മറ്റേ അങ്കുശം, അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് കത്തി തന്നെയാണ് പാപ്പാമാർ അരയ്ക്കുന്നത്. ഇത് പല്ലാണ് കേട്ടോ, ആനയുടെ പല്ലാണ് സാധനം. ചുറ്റ്, കൊമ്പിലിടുന്ന ചുറ്റ്, പിന്നെ ആ മേളിൽ വെച്ചേക്കണം 3 തരം വടിയെ തോട്ടിയെ ഒക്കെ വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ആനയിലെ ലോക്ക് ചെയ്യുന്ന സാധനം. ഇത് മുട്ടയിരട്ടയാണ്, ചെറിയ മുട്ടയിരട്ട. ഇത് ലോക്കാണ്. എനിക്ക് തോന്നുന്നത് ആന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ കാലയിലൊക്കെ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഒന്നും ഉപയോഗിക്കില്ലെന്നാണ്. ഇത് എഴുതി വെച്ചേക്കണ മത്ത് എന്നാ സാധനമൊന്നും എനിക്കറിയത്തില്ല. ഒന്ന് വണ്ടിക്ക് അള്ളു വെക്കുന്നവരുണ്ട്. ഇത് താടിയല്ലാണ്, താടിയല്ലും തലയോട്ടി, ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാണ് കേട്ടോ. ഈ മേളിൽ ഇരിക്കുന്നത് ഒരു ചെറിയ താടിയല്ല, ചെറിയ ആനയുടെ താടിയല്ല. ഈ ഇരിക്കണത് കൊമ്പ് മാത്രം ഡ്യൂപ്ലിക്കേറ്റാന്ന് പറഞ്ഞേ, അവരുണ്ടാക്കിയതാന്ന് പറഞ്ഞേ. ബാക്കി എല്ലാ സംഭവങ്ങളും ഒറിജിനലാന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ ഇല്ലാതെ ഈ തുമ്പിക്ക ഇല്ലാതെ കണ്ടിട്ട് ഇവനെ കണ്ടിട്ട് ലുക്കില്ലല്ലേ. പിന്നെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു എന്തോ ഒരു ഇതുപോലെ തോന്നും. നമ്മളിങ്ങനെ തുമ്പിക്കയൊക്കെ ആണല്ലോ നമ്മുടെ മെയിൻ, തുമ്പിക്കയും ചെവിയൊക്കെ ആണല്ലോ നമ്മുടെ മെയിൻ ഒരു ആകർഷണം. ബാക്കി വേണ്ടി എല്ലാം ഒറിജിനലാട്ടോ. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനെപ്പറ്റിയുള്ള കുറേ സംഭവങ്ങളാട്ടോ, കുറേ ആനകളുടെ വിവരണങ്ങൾ, ആന എങ്ങനെ ആക്രമിക്കും, എന്തൊക്കെ ചെയ്യും, എന്തൊക്കെയാണ് ആനയുടെ സ്വഭാവങ്ങൾ, എല്ലാ സാധനവും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ കൊച്ചയ്യപ്പൻ നിന്ന് ഉറങ്ങും കേട്ടോ. അവൻ കണ്ണ് ഇറുക്കി അടച്ചു പിടിച്ചേക്കുക, ആര് വിളിച്ചാലും തുറക്കൂരിടാന്ന് പറഞ്ഞു എന്നുറങ്ങും കേട്ടോ, അടച്ചു പിടിച്ചേക്കുക. അപ്പം ഈ ആനക്കൂട്ടാരത്തിലെ അല്ലെ ആന പരിശീലന കേന്ദ്രത്തിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നവർ കോന്നിയിലൊക്കെ പോകുമ്പം തൊട്ടടുത്ത് തന്നെയാണ്, ഒന്ന് കയറി കാണുക കേട്ടോ. ഈ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാവേ. ബൈ.